ഒരിക്കൽ മഹാവിഷ്ണു തന്റെ പത്നിമാരായ ഗംഗ, സരസ്വതി, ലക്ഷ്മി എന്നിവരുമായി സ്വൈര്യ സല്ലാപത്തിൽ ഏർപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ഗംഗാദേവി കാമാർത്ഥയായി തീരുകയും ഭഗവാനെ പ്രണയപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്തു. വിഷ്ണുദേവനും അപ്രകാരം ഗംഗയോട് പ്രണയചാബല്യങ്ങളിൽ ഏർപ്പെട്ടു. വിഷ്ണുവിന്റെ ഈ നടപടി സരസ്വതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവി കുറച്ചു നേരം ക്ഷമിച്ചിരുന്നു. എന്നാൽ ദേവന്റെയും ഗംഗയുടെയും പ്രണയ കടാക്ഷങ്ങൾ വർദ്ധിച്ചു വന്നതേയുള്ളൂ. തങ്ങളെ കബളിപ്പിച്ച് ഭഗവാന്റെ സ്നേഹം കൂടുതൽ നേടുവാനുള്ള ഗംഗാദേവിയുടെ ശ്രമം സരസ്വതി ദേവിയെ കുപിതയാക്കി. ദേവി ചാടി എഴുന്നേറ്റ് കോപത്താൽ അലറി, "ഹേ മൂടെ, നീ അതിസുന്ദരിയാണെന്ന് ഭാവിച്ചുകൊണ്ട് ദേവനെ ഞങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം അകറ്റുവാൻ ശ്രമിക്കുന്നുവോ? നിന്റേത് പാഴ്ശ്രമം തന്നെയാണ്. സപ്തനികളായ ഞങ്ങളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുന്നുവോ?" എന്നിട്ടും കോപമടങ്ങാത്ത സരസ്വതി ദേവി ഗംഗയെ പ്രഹരിക്കുവാൻ തുടങ്ങി. ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്ന ലക്ഷ്മി ദേവി സരസ്വതിയെ തടഞ്ഞു. "ദേവി, ഇങ്ങനെ കുപിതയാകരുത്. നാം ഇരുവരും ഇപ്രകാരം പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ? അല്ലെങ്കിലും ഗംഗാദേവിയെ പ്രഹരിച്ചിട്ട് എന്താണ് ഫലം? നമ്മുടെ പതിയുടെ പ്രണയം ഇപ്പോൾ അവിടെ മേലാണെന്ന് അനുമാനിക്കരുതോ? ദേവി ഇപ്രകാരം പ്രവർത്തിച്ച് കലഹം വർദ്ധിപ്പിക്കാതിരിക്കുക." ലക്ഷ്മി ദേവിയുടെ ഇടപെടൽ സരസ്വതിക്ക് ഇഷ്ടപ്പെട്ടില്ല. "എന്ത്? എന്നെ തടയാനാണോ നിന്റെ ഭാവം? അപ്പോൾ നീയും ഗംഗയുടെ ചാബല്യത്തിന് കൂട്ടുനിൽക്കുന്നുവല്ലോ. എന്നെ വഞ്ചിക്കുന്നതിന് കൂട്ടുനിന്ന് നീ നദിയായി മാറട്ടെ." സരസ്വതി ദേവി ലക്ഷ്മിയെ ശപിച്ചു. നിരപരാധിയായ ലക്ഷ്മി ദേവിയെ സരസ്വതി ശപിച്ചതിൽ ഗംഗാദേവി കുപിതയായി മാറി. ദേവി കോപത്താൽ വിറച്ചുകൊണ്ട് സരസ്വതിയുടെ നേരെ വിരൽ ചൂണ്ടി, "അഹങ്കാരി, നീ സാധുവും സ്നേഹവുമായ ലക്ഷ്മിയെ ശപിക്കുന്നുവോ? നിന്റെ അസൂയയ്ക്ക് പകരമായ നീയും നദിയായി മാറട്ടെ." സരസ്വതിയും വിട്ടില്ല. ദേവി പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഗംഗയെ ശപിച്ചു. "എന്നെ നദിയാക്കിയ ശേഷം ദേവനുമായി രമിച്ചു കഴിയാമെന്ന നിന്റെ മോഹം നടക്കുകയില്ല. നീചയായ ഗംഗെ, നീ ഭൂമിയിൽ നദിയായി പിറക്കട്ടെ. ഭൂമിയിലൂടെ ഒഴുകുന്ന നിനക്ക് ഭൂമിയിലെ സർവ്വ പാപങ്ങളും വേദനകളും ഏറ്റുമാകുവാൻ ഇടവരട്ടെ." അങ്ങനെ 3 ദേവിമാരും നദിയായി മാറുമെന്ന് തീർച്ചയായി. അല്പസമയം കഴിഞ്ഞു. ദേവിമാരുടെ കോപം ശമിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ശാപത്തെക്കുറിച്ച് അവർ ബോധവതികളായത്. തങ്ങളുടെ പ്രിയതമനെയും സ്വർഗത്തെയും ഉപേക്ഷിച്ച് നദിയായി പിറക്കുക എന്തൊരധംപതനമാണ്! ഈ സമയം മുഴുവൻ മഹാവിഷ്ണു ഗൂഢമായ പുഞ്ചിരിയോടെ തന്റെ പത്നിമാരുടെ കോപം ആസ്വാദിക്കുകയായിരുന്നു. അവർ പശ്ചാത്താപ വിവശരായി കഴിഞ്ഞപ്പോൾ ദേവൻ ആശ്വാസവാക്കുമായി എത്തി. അദ്ദേഹം തന്റെ പ്രിയപത്നിയായ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു. "ദേവി, നീ വിഷമിക്കേണ്ട. ഇതെല്ലാം വിധി നിയമമാണ്. നദിയായി ദേവി ജനിക്കുന്നത് പൂർവ്വ നിശ്ചയപ്രകാരമാണ്. ദേവി കുണ്ഠിതപ്പെടാതിരിക്കുക. നീ ഭൂമിയിൽ ധർമ്മധ്വജന്റെ ഗൃഹത്തിൽ അനുയോജ്യയായി ജനിച്ച അവളുടെ പുത്രിയായി വളരും. അവിടെ വെച്ച് നീ ത്രിലോകങ്ങളെയും പരിശുദ്ധമാക്കി മാറ്റും. അതിനെ തുടർന്ന് നീ തുളസി എന്ന ദിവ്യ ഔഷധ ചെടിയായി മാറും. അക്കാലത്തിന്റെ അംശമായ ശംഖചൂടൻ എന്നൊരു അസുരൻ പിറക്കും. പരാക്രമിയായ അവന്റെ പത്നി സ്ഥാനം നീ അലങ്കരിക്കും. അതിനുശേഷം നീ പത്മാവതി എന്ന നദിയായി തീരും. ഒടുവിൽ നദീരൂപത്തെ ഭൂമിയിൽ അവശേഷിപ്പിച്ച് ദേവി രൂപത്തിൽ നീ വൈകുണ്ഠത്തിൽ തന്നെ വന്നു ചേരും." അടുത്തതായി മഹാവിഷ്ണു സരസ്വതിയെ നോക്കി. കുറ്റബോധത്താൽ ദേവിയുടെ ശിരസ്സു കുനിഞ്ഞു. ഭഗവാൻ അനുതാപത്തോടെ ദേവിയുടെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, "സരസ്വതി, പശ്ചാത്താപം ഏത് തെറ്റിന്റെയും പാപ തീവ്രത കുറയ്ക്കും. എന്നാൽ നൽകിയ ശാപം തിരിച്ചെടുക്കുവാൻ ആരാലും സാധ്യമല്ല. ഒരുവന്റെ ശക്തിക്ക് ആധാരമായി വർത്തിക്കുന്നത് പോലും ആ ഘടകമാണ്. പ്രിയേ, ഗംഗാദേവിയുടെ ശാപപ്രകാരം നീയും ഭാരതഭൂമിയിൽ നദിയായി പിറക്കും. അതിനുശേഷം സത്യലോകത്ത് മടങ്ങിയെത്തുന്ന നീ ബ്രഹ്മാവിന്റെ പത്നി സ്ഥാനം അലങ്കരിക്കും." സരസ്വതി വിധേയത്വത്തോടെ ഭഗവാന്റെ വാക്കുകൾ ശ്രവിച്ചു. അനന്തരം അദ്ദേഹം ഗംഗാദേവിയെ സമീപിച്ചു. "ദേവി, അവിടെ നിന്ന് ശാപം ലഭിക്കുവാൻ കാരണക്കാരനായതിൽ ഞാനിപ്പോൾ ഏറെക്കുറെ ദുഃഖിക്കുന്നുവെന്ന് തന്നെ പറയാം. എന്നാൽ അലിഖിതമായ നിയമങ്ങൾ അനുസരിക്കുവാൻ നാമും ബാധ്യസ്ഥർ തന്നെയാണ്." തെല്ലും നേരം നിശബ്ദത പാലിച്ച ശേഷം തന്റെ വാക്കുകൾക്കായി ഉറ്റുനോക്കുന്ന ഗംഗാദേവിയുടെ വിഷ്ണു അരുളി ചെയ്തു, "പ്രിയങ്കരിയായ ദേവി, നീ ഭൂമിയിലെ പുണ്യനദിയായി വാഴ്ത്തപ്പെടും. ദേവി, നിനക്ക് ലഭിച്ച ശാപം ഒരർത്ഥത്തിൽ വരം തന്നെയാണെന്ന് കരുതിക്കൊള്ളുക. ഭൂമിയിലെ സർവ്വപാപങ്ങളും സ്വീകരിക്കുന്ന നിന്നെ ഏതൊരു ഭാരതീയനും അവന്റെ നാവിലെ വിശുദ്ധ തന്ത്രമായി ചൊല്ലിക്കൊണ്ടേയിരിക്കും. പ്രിയേ, നീ അഭിമുഖീകരിക്കാൻ പോകുന്നത് മനുഷ്യയാതനകളുടെ ദുഃഖമുഖാന്തരങ്ങളാണ്. അവ നിനക്ക് ശക്തി പകരുക തന്നെ ചെയ്യും." ഭഗവാൻ പറഞ്ഞു. "അല്ലയോ ഗംഗാദേവി, ഭഗീരഥൻ എന്നൊരു രാജാവായിരിക്കും നിന്നെ ഭൂമിയിൽ കൊണ്ടുപോകുന്നത്. അതിനാൽ നീ ഭാഗീരഥി എന്നറിയപ്പെടും. അക്കാലത്ത് നീ സമുദ്രരാജാവായ വരുണന്റെയും ശന്തനു എന്ന മഹാരാജാവിന്റെയും പത്നിയായിരിക്കും. തുടർന്ന് നീ ദേവീ രൂപത്തിൽ കൈലാസത്തിൽ മടങ്ങി വരിക. അന്ന് നീ ഭഗവാൻ ശിവശങ്കരന്റെ പത്നി സ്ഥാനം അലങ്കരിക്കും." മഹാവിഷ്ണുവിന്റെ അനുഗ്രഹപ്രകാരം തന്നെ എല്ലാം സംഭവിച്ചു. ലക്ഷ്മി മഹാവിഷ്ണുവിന്റെയും സരസ്വതി ബ്രഹ്മാവിന്റെയും ഗംഗാദേവി പരമശിവന്റെയും പത്നിയായി മാറി. അടുത്തത് ശിവൻ ഹിമവാനെ ചുട്ടുകരിച്ച കഥയാണ്. തുടരും.